എടുത്തോ, നിനക്ക് തന്നെ ഫോൺ. ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാ വർത്താനം? വേഗം പറയ്. എല്ലാവർക്കും സുഖാണ്. ഉമ്മയും വന്നിട്ടില്ലേ? അവര് വരുന്നില്ല എന്നാ പറഞ്ഞ. പൈസ കളയണ്ടെന്ന് കരുതിയിട്ടാവും. രണ്ടാക്കും അസുഖമൊന്നുമില്ലല്ലോ? അൽഹംദുലില്ലാ. ഇനി എൻ്റെ വർത്താനം പറയ്. വേഗം പറഞ്ഞോ, 2 മിനിറ്റ് കഴിഞ്ഞാൽ കട്ടാവും. ഇങ്ങനെ പറഞ്ഞാലൊന്നും തീരൂല. നമുക്ക് കാസറ്റിൽ പറഞ്ഞിട്ട് കൊടുത്തയക്കലെന്നെ പറ്റുള്ളൂ. എന്നാലൊരു കാര്യം ചെയ്യേ, അടുത്ത ചൊവ്വാഴ്ച ലുക്കുമാൻ ഇങ്ങോട്ട് പോരുന്നുണ്ട്. ഒരു കാസറ്റ് മുഴുവൻ വിശേഷങ്ങൾ പറഞ്ഞ് ഓൻ്റെ അടുത്തുനിന്ന് കൊടുത്തയക്ക്. ഒന്നും വിട്ടുപോകരുത്. പിന്നെ പൈസ എന്നോ തീർന്നിട്ടുണ്ടാവൂലേ? ആരെങ്കിലും പോരുന്നവരുണ്ടോ നോക്കട്ടെ, ഞാൻ കുറച്ച് കൊടുത്തയക്കാം. ആ, പിന്നെ വേറെന്തൊക്കെയാ വർത്താനം? അളിയന്റെ എളാപ്പ ഇവിടെ വന്നിരുന്നു. അളിയന്റെ വിസന്റെ കാര്യം. ഹലോ ഹലോ. അൽഹംദുലില്ലാ, കൃത്യസമയത്ത് കട്ടായി. ഇല്ലെങ്കിൽ ഇപ്പൊ മൂടാകെ പോയിരുന്നു. ഇവിടെ ഒരു ബംഗാളിയുണ്ട്. അവനെ ഞാനൊന്ന് പറഞ്ഞു വിടാനായിട്ട് എൻ്റെ പഠിച്ച പണി 18 നോക്കിയിട്ട് നടക്കണില്ല. നിന്നെ കൊണ്ട് പറ്റുമെന്ന് നോക്ക്. അങ്ങനെയാണെങ്കിൽ ആ പോസ്റ്റില് നിനക്ക് ജോലി ഞാൻ തരാം. എന്താ, ഒന്ന് നോക്കണോ? ആ, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. ഇന്ന് വീട്ടിലേക്ക് വിളിച്ചിരുന്നു. കെട്ടിയോളുമായി 2 മിനിറ്റ് സംസാരിച്ചിട്ടുള്ളെങ്കിലും മനസ്സിന് നല്ലൊരു സുഖം. എന്നാ നീ ഒരു കാര്യം ചെയ്യേ, എല്ലാ ദിവസവും നിന്റെ കെട്ടിയോളായിട്ട് 2 മിനിറ്റ് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അങ്ങനെയെങ്കിലും നിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കിട്ടട്ടെ. എൻ്റെ മുഖം എത്ര തെളിഞ്ഞിട്ടെന്താ കാര്യം? ഈ നരകത്തിലേക്കല്ലേ വീണ്ടും വന്ന് കയറണത്. അതോടുകൂടി എല്ലാം മൂടും പോകും. നിന്റെ ഈ സ്വഭാവം ഉള്ളിടത്തോളം നീ ഒരു കാലത്തും ഗുണം പിടിക്കൂല. വേണ്ട, ഞാൻ വളരെ നല്ല സ്വഭാവത്ത് പെരുമാറാ. എൻ്റെ വീട്ടിലേക്ക് അയക്കാൻ ഒരു 5000 ഉറുപ്പ്യ തരുമോ? ഇനി എനിക്ക് പുട്ടടിക്കാനാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് കൊടുത്തയച്ചാൽ മതി. 3 മാസമായി വീട്ടിലേക്ക് പൈസ അയച്ചിട്ട്. 3 മാസം അറിയോ? കണ്ടോ, നിങ്ങളെ തടിക്ക് പിടിക്കുന്ന വിഷയം ഞാൻ പറഞ്ഞപ്പോ കുട്ടിസ്രാങ്ങിന്റെ മാതിരി ഇങ്ങനെ ഇരിക്കുക. ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്റെ സ്വഭാവം മാറ്റാൻ പറ്റൂലെന്ന്? നിങ്ങൾക്ക് പറ്റാത്ത എന്ത് പറഞ്ഞാലും അപ്പൊ പൊക്കി കാണിക്കും പാസ്പോർട്ട്. ഒരു ദിവസം പാസ്പോർട്ട് മേടിച്ച് വാപ്പുട്ടി ഇവിടുന്ന് പോകും. അതോടുകൂടി നിങ്ങളെ ബിസിനസ് കോളം തോണ്ടും. എന്റെ ശാപമായിരിക്കും അത്, ശാപം. പ്രിയപ്പെട്ട റുബി, അസ്സലാമു അലൈക്കും. നിനക്കും നമ്മുടെ മക്കൾക്കും ഉപ്പക്കും ഉമ്മക്കും ഒക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. നീ കൊടുത്തയച്ച കാസറ്റ് കിട്ടി. ഒരുപാട് പ്രാവശ്യം കേട്ടു. നിന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും അതെടുത്തിടും. എന്താ അവിടുത്തെ വിശേഷങ്ങൾ? ഉമ്മക്കും ഉപ്പക്കും അസുഖമൊന്നുമില്ലല്ലോ? നീ അവരെ നന്നായി നോക്കണം. അവരെ നോക്കാൻ നീ മാത്രമല്ലേ ഉള്ളൂ. അവർക്ക് ആണായിട്ട് ഞാനൊരുത്തം മാത്രമേ ഉള്ളൂ എന്ന് നിന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉമ്മയും ബാപ്പയും ഒരിക്കലും പ്രകടിപ്പിക്കൂല. അതുകൊണ്ട് എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുക. ഗൾഫിൽ എൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. കടം കൂടിക്കൂടി വരുന്നു എന്നതാണ് സമ്പാദ്യം. ഇനി അളിയൻ ഒരു വിസ ശരിയാക്കി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതോടുകൂടി നാട്ടിലേക്ക് വരാനുള്ള ആഗ്രഹവും അസ്തമിക്കും. എല്ലാം ഇട്ടെറിഞ്ഞ് നാട്ടിലേക്ക് വരാമെന്ന് വെച്ചാൽ തന്നെ ആദ്യം കടം വീട്ടണം. എന്നിട്ട് തന്നെ അവിടെ വന്നിട്ടെന്ത് ചെയ്യാനാ? ജീവിക്കണ്ടേ? നമ്മൾ മാത്രമാണെങ്കിൽ പച്ചവെള്ളം കുടിച്ച് ജീവിക്കാം. മാതാപിതാക്കളെയും മക്കളെയും പട്ടിണിക്കിടാൻ പറ്റുമോ? 1 ലക്ഷത്തോളമാണ് ഇപ്പോൾ എൻ്റെ കടം. മറ്റൊരു ചിലവുമില്ലെങ്കിൽ അത് വീട്ടാൻ മാത്രം എനിക്കൊരു വർഷം വേണ്ടി വരും. എൻ്റെ സാമ്പത്തികാവസ്ഥ ഞാൻ ഇത്ര വിശദമായി നിന്നോട് പറയാൻ ചില കാരണങ്ങളുണ്ട്. ഭാര്യ എന്ന നിലക്ക് എൻ്റെ യഥാർത്ഥ അവസ്ഥ നീ മനസ്സിലാക്കണം.
ഉടനെ നാട്ടിലേക്ക് വന്ന് തമ്മിൽ കാണാമെന്നുള്ള ആഗ്രഹം വളരെ വിദൂരത്താണെന്ന് നിന്റെ മനസ്സിനെ ബോധ്യപ്പെടുത്തി സമാധാനിക്കണം. ഈ സന്ദർഭത്തിൽ നീ മാത്രമാണ് എൻ്റെ ശക്തി. എല്ലാ പ്രയാസങ്ങളും തീർക്കാൻ പടച്ചവൻ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. നിരന്തരമായി പ്രാർത്ഥിക്കുക. എത്രയെത്ര വിധവകളുണ്ട് നമ്മുടെ നാട്ടിൽ. നിനക്കങ്ങനെ ഒരു ദൗർഭാഗ്യം വന്നിട്ടില്ലല്ലോ എന്നോർത്ത് ആശ്വസിക്കുക. നേരിൽ കാണുന്നില്ലെങ്കിലും ഇങ്ങ് ദൂരത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ. നാട്ടിലെ മറ്റ് ഗൾഫുകാരുടെ സൗഭാഗ്യങ്ങൾ കണ്ട് നീ നിന്റെ വിധിയെ പഴിക്കരുത്. നാട്ടിലെ ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും ഭാര്യ മക്കളോടൊത്ത് ജീവിതം ആസ്വദിക്കുന്നത് കണ്ട് നീ തളരരുത്. ഞാൻ വീണ്ടും പറയുന്നു, നീ തളർന്നാൽ ഞാനും തളരും. മുമ്പയച്ച കാസറ്റിലും ഞാൻ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. പറഞ്ഞത് തന്നെ പുതുക്കിക്കൊണ്ടിരിക്കാം. അല്ലാതെ എന്തു ചെയ്യാൻ? ഞാനിതൊക്കെ പറഞ്ഞില്ലെങ്കിലും നിന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും ഉണ്ടാവില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതാണ് ഇവിടെ പിടിച്ചു നിൽക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. മക്കളെ നന്നായി ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസത്തോടൊപ്പം അവരുടെ സ്വഭാവവും സംസ്കരിച്ചെടുക്കണം. ശിക്ഷണം കിട്ടാതെ ജീവിതം നശിപ്പിക്കുന്ന ഗൾഫുകാരുടെ മക്കളുടെ കൂട്ടത്തിൽ നമ്മളുടെ മക്കൾ ഉണ്ടാവരുത്. ഈ കാസറ്റ് ഞാൻ നിന്നോട് പറഞ്ഞതൊന്നും ഒരിക്കലും എൻ്റെ ഉമ്മയും ഉപ്പയും കേൾക്കാൻ ഇടവരരുത്. അവർക്കിതൊന്നും താങ്ങാൻ കഴിഞ്ഞൊന്നു വരില്ല. ഈ വാർദ്ധക്യത്തിൽ അവരെ പരിചരിച്ചുകൊണ്ട് അവരോടൊപ്പം കഴിഞ്ഞുകൂടാനാണ് ആഗ്രഹം. വിധി തിരിച്ചായിപ്പോയില്ലേ? കാസറ്റിൻ്റെ മറുഭാഗത്ത് ഉമ്മക്കും ഉപ്പക്കുമുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രം അവരെ കേൾപ്പിക്കുക. എൻ്റെ ശബ്ദമെങ്കിലും അവർക്ക് ആശ്വാസമേകട്ടെ. ഇനി ആരെങ്കിലും വരുമ്പോൾ നിന്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞുള്ള കാസറ്റ് കൊടുത്തയക്കുക. അതിന് കാത്തിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആലോചിച്ച് നീ വിഷമിക്കരുത്. എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബക്കാരോടും അയൽവാസികളോടും എൻ്റെ സലാമും അന്വേഷണവും അറിയിക്കണം. ഞാൻ നിർത്തട്ടെ. സ്നേഹപൂർവ്വം നിന്റെ ഇക്ക ബാപ്പുട്ടി. भाई साहब, यह कैसेट बीवी के लिए क्या? परेशान न होना. गाँव जाकर बीवी बच्चों से मिलने के लिए मैं खुदा से दुआ करेगा. सोचो, मेरा बीवी के मरने के बाद उसका चेहरा तक मैं देख नहीं पाया. तुमने कभी उसके बारे में सोचा? കുവൈത്തിലേക്ക് പോകുന്ന ആരോ ഉണ്ടായില്ലെങ്കിൽ 15 ഉറുപ്പ്യൻ്റെ സ്റ്റാമ്പ് ചെലവാക്കണില്ലേ നാമിന? അതൊന്നും ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല. 15 ഉറുപ്പ്യല്ലേ ഉള്ളൂ. 15 ഉറുപ്പ്യ ആണെങ്കിലും മാപ്പൊട്ടിന് അയച്ചിട്ട് എന്നെ കിട്ടണ്ടേ? എൻ്റെ ഇന്ത്യൻ കയ്യിൽ എന്താ ഉള്ളത്? അതൊന്നും അറിയാത്തോണ്ട് പറഞ്ഞല്ല ഞാൻ. ഇങ്ങളെ കാര്യം ആലോചിച്ചിട്ട് പറഞ്ഞു പോയതാ. അല്ല, എന്തായാലും നിങ്ങൾ എന്തൊക്കെയാ കത്തിലേത്? ഒന്നായിട്ട് വായിച്ചൂടി. ഞാൻ വായിക്കാം. പ്രിയപ്പെട്ട മകൻ മാപ്പൊട്ടി വായിച്ചറിയുവാൻ ഉപ്പ എഴുതുന്നത്: ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും സുഖം തന്നെ. അതുപോലെ നിന്നെയും കരുതി സന്തോഷിക്കുന്നു. റുബീന അവളുടെ വീട്ടിൽ പോയതാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. നിന്റെ പെങ്ങന്മാരൊക്കെ ഇടയ്ക്ക് വന്നു പോകും. ഇപ്പോൾ അടിയന്തരമായി ഇങ്ങനെ ഒരു കത്തെഴുതുന്നത് ഒരു പ്രത്യേക കാര്യം നിന്നെ അറിയിക്കാനാണ്. ഒരു ദിവസം ഭയങ്കര വയറുവേദന വന്നിട്ട് ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയിരുന്നു. പല ടെസ്റ്റുകളും നടത്തി. അവസാനമാണ് വയറ്റിലൊരു മുഴയുള്ള കാര്യം ഡോക്ടർ പറഞ്ഞത്. ക്യാൻസറൊന്നുമല്ല, പക്ഷേ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് മുഴ നീക്കം ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 20,000 രൂപ ചെലവ് വരുമെന്ന് പറഞ്ഞു. കുറച്ചു കാലമായിട്ട് എനിക്ക് വയറ്റിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഭക്ഷണവും ശരിക്ക് കഴിക്കാൻ കഴിയുന്നില്ല. ഓപ്പറേഷൻ ചെയ്യാതെ ഒരു മാർഗവുമില്ലെന്നാണ് ഡോക്ടർ വീണ്ടും പറഞ്ഞത്. എന്താണ് ചെയ്യേണ്ടത്? നിന്റെ കയ്യിൽ വല്ല മാർഗവുമുണ്ടോ? നിനക്ക് നാട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ? 3 കൊല്ലമായല്ലോ പോയിട്ട്. ആലോചിച്ചിട്ട് മട്ടം പോലെ ചെയ്യ്. നീ വിഷമിക്കരുത്. എൻ്റെ അസുഖത്തിൻ്റെ കാര്യം നിന്റെ ഉമ്മയ്ക്ക് മാത്രമേ അറിയൂ. റൂബീനയ്ക്ക് ഒന്നും അറിയില്ല. മറ്റൊന്നും എഴുതാനില്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറുപടി ഉടനെ അയക്കണം എന്ന് സ്വന്തം ഉപ്പ.
ഇത് വായിക്കുമ്പോൾ അവനക്ക് മനസ്സിന് വിഷമാവൂലേ ആമിന? വിഷമാവുന്ന ഉറപ്പല്ലേ? പക്ഷെ വേറെ മാർഗമൊന്നുമില്ലല്ലോ. ഞമ്മക്കിപ്പ പറയാൻ ഓനൊരുത്തനല്ലുള്ളൂ. ഒരു വിധത്തെ കയ്യെങ്കില് ഞാൻ എങ്ങനെ ഒരു കത്ത് എഴുതൂലായിരുന്നു. എന്റെ അടങ്ങറ് ഞാനും പഠിച്ചവനും മാത്രമേ അറിയുള്ളൂ.